ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ്സിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ കുറിച്ചാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ കോമ്പോണൻസും ആണ് പഠിക്കുന്നത്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 or more കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് കണക്ട് വിത്ത് ഈച്ച് അതർ ടു ഷെയർ എ റിസോഴ്സ്. ഏതെങ്കിലും ഒരു റിസോഴ്സസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ച് വരുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു ഷെയർ എ റിസോഴ്സ്, ഏതെങ്കിലും ഒരു റിസോഴ്സിനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഷെയറിംഗ് ഓഫ് ഡിവൈസസ് ആൻഡ് റിസോഴ്സസ് ഇസ് ദി പർപ്പസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസോഴ്സിനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. വി ക്യാൻ ഷെയർ പ്രിൻറ്റേഴ്സ്, നമുക്ക് പ്രിൻറ്റേഴ്സിനെ, ഫാക്സ് മെഷീൻസിനെ, സ്കാനേഴ്സിനെ നെറ്റ്വർക്ക് കണക്ഷനിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ്, അതർ റിസോഴ്സസിനെയും നെറ്റ്വർക്കിലൂടെ ഷെയർ ചെയ്യാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമുക്ക് മെയിനായിട്ടും ഫെമിലിയർ ആയിട്ടുള്ളത് ഇൻ്റർനെറ്റ് ആണ്. പക്ഷേ ഇൻ്റർനെറ്റിന് കൂടാതെ തന്നെ കഫേകളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പ്രിൻറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ സ്കാനേഴ്സിൻ്റെയും ഒക്കെ ഷെയറിങ്. ഇതും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു പാർട്ടാണ്. ടോപ്പിക്, കോമ്പോണൻറ്റ്സ് ഓഫ് നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഓർ NIC. NIC is a hardware component used to connect a computer with another computer onto a network. ഒരു നെറ്റ്വർക്കിലെ ഒരു കമ്പ്യൂട്ടറിന് മറ്റൊരു കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ കോമ്പോണൻ്റ് ആണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. Using unique hardware addresses encoded on the card chip, it can transfer data into the right destinations. ഈ കാർഡിൽ എൻകോഡ് ചെയ്തിട്ടുള്ള യുണീക്ക് ഹാർഡ്വെയർ അഡ്രസ്സസ് യൂസ് ചെയ്തുകൊണ്ട് ഇതിന് ഡാറ്റയെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ കഴിയും. നെക്സ്റ്റ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് രണ്ട് ടൈപ്പാണുള്ളത്, മെയിനായിട്ട് വയേർഡും വയർലെസ്സും. വയേർഡ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡും അതുപോലെ തന്നെ വയർലെസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡും അവൈലബിൾ ആണ്. Next component, hub. A hub is a hardware device that divides the network connection among multiple devices. മൾട്ടിപ്പിൾ ഡിവൈസസിലൂടെ പോകുന്ന നെറ്റ്വർക്ക് കണക്ഷനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഹബ്ബ്. വെൻ കമ്പ്യൂട്ടർ റിക്വസ്റ്റ് ഫോർ സം ഇൻഫർമേഷൻ ഫ്രം എ നെറ്റ്വർക്ക്, ഇറ്റ് ഫസ്റ്റ് സെൻഡ് ദി റിക്വസ്റ്റ് ടു ഹബ് ത്രൂ കേബിൾ. ഒരു കമ്പ്യൂട്ടറിന് ഒരു ഇൻഫർമേഷൻ നെറ്റ്വർക്കിൽ നിന്ന് വേണമെന്ന് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യേണ്ടത്, അതിൻ്റെ റിക്വസ്റ്റ് ഹബിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഹബ് വിൽ ബ്രോഡ്കാസ്റ്റ് ദിസ് റിക്വസ്റ്റ് ടു ദി എൻറ്റയർ നെറ്റ്വർക്ക്. ഹബ് ഈ ഒരു റിക്വസ്റ്റിനെ എൻറ്റയർ നെറ്റ്വർക്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതിനുശേഷം ഓൾ ദി ഡിവൈസസ് വിൽ ചെക്ക് വെദർ ദ റിക്വസ്റ്റ് ബിലോങ്സ് ടു ദം ഓർ നോട്ട്. എല്ലാ ഡിവൈസും, ആ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസും ചെക്ക് ചെയ്യും ആ റിക്വസ്റ്റ് അവരുടെ ഡിവൈസിന് വന്നിട്ടുള്ള ആണോ എന്നുള്ളത്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അല്ല എന്ന് തോന്നുകയാണ് ഒരു ഡിവൈസിനും അവരുടെ റിക്വസ്റ്റ് അല്ലെങ്കിൽ അവർ ആ റിക്വസ്റ്റിനെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഏത് ഡിവൈസിന് വേണ്ടി വന്നിട്ടുള്ള റിക്വസ്റ്റ് ആണോ ആ ഡിവൈസ് അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ രീതിയിൽ ആണ് ഹബ് റിക്വസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കോമ്പോണൻറ്റ്, സ്വിച്ച്. എ സ്വിച്ച് ഇസ് എ ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് കണക്ട്സ് മൾട്ടിപ്പിൾ ഡിവൈസസ് ഓൺ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ മൾട്ടിപ്പിൾ ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഹബിനെ പോലെ തന്നെ സ്വിച്ചും. എ സ്വിച്ച് കണ്ടെയ്ൻസ് മോർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ദാൻ ഹബ്. പക്ഷേ ഹബിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിവൈസാണ് സ്വിച്ച്. പറഞ്ഞതാണ് ഹബിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ, അത് ആ റിക്വസ്റ്റ് കിട്ടിയാൽ ഹബ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് നെറ്റ്വർക്കിലെ എല്ലാ ഡിവൈസുകൾക്കും ഒരുപോലെയാണ്. അതിനുശേഷം റിസീവ് ചെയ്യുന്ന ഡിവൈസ് മാത്രം റിസീവ് ചെയ്യും, ബാക്കിയുള്ള എല്ലാ ഡിവൈസുകളും അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ സ്വിച്ച് അങ്ങനെയല്ല. സ്വിച്ച് വിൽ ഡെലിവർ ദ മെസ്സേജ് ടു ദി കറക്റ്റ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ അഡ്രസ് പ്രസൻറ്റ് ഇൻ ദി ഇൻകമിംഗ് മെസ്സേജ്. ഇൻകമിംഗ് മെസ്സേജിലെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, ഫിസിക്കൽ അഡ്രസ്സ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്കാണ് മെസ്സേജിനെ സ്വിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ സ്വിച്ച് ഡസ് നോട്ട് ബ്രോഡ്കാസ്റ്റ് ദ മെസ്സേജ് ടു ദി എൻറ്റയർ നെറ്റ്വർക്ക് ലൈക്ക് ദി ഹബ്. ഹബിനെ പോലെ നെറ്റ്വർക്കിലെ എല്ലാ ഡിവൈസുകൾക്കും ഈ ഒരു മെസ്സേജിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഡിവൈസാണ് സ്വിച്ച്. നെക്സ്റ്റ് കോമ്പോണൻറ്റ്, റൂട്ടേഴ്സ്. A router is a hardware device which is used to connect a LAN with an internet connection
ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഇൻ്റർനെറ്റ് കണക്ഷനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, രണ്ട് വ്യത്യസ്ത പ്രിൻസിപ്പിൾസ് ഉള്ള നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റൂട്ടേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിസീവ്, അനലൈസ് ആൻഡ് ഫോർവേഡ് ദ ഇൻകമിംഗ് പാക്കറ്റ്സ് ടു അനദർ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന ഇൻകമിംഗ് മെസ്സേജിനെ അല്ലെങ്കിൽ ഇൻകമിംഗ് പാക്കേജസിനെ റിസീവ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അതിനെ അടുത്ത നെറ്റ്വർക്കിലേക്ക് ഫോർവേഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് റൂട്ടേഴ്സാണ്. പറയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. A router forwards the packet based on the information available in the routing cable. റൂട്ടിംഗ് കേബിളിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിലാണ് റൂട്ടർ ഡാറ്റ പാക്കറ്റ്സിനെ ഫോർവേഡ് ചെയ്യുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ബെസ്റ്റ് പാത്ത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബെസ്റ്റ് പാത്തിനെ ഡിറ്റർമൈൻ ചെയ്യുകയും ആ അവൈലബിൾ ആയിട്ടുള്ള പാത്തിലൂടെ ഡാറ്റയുടെ ട്രാൻസ്മിഷൻ നടത്തുകയും ചെയ്യുന്നത് റൂട്ടേഴ്സാണ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ബെസ്റ്റ് പാത്ത് ഫ്രം ദി അവൈലബിൾ പാത്ത് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് പാക്കറ്റ്സ്. Component modem. A modem is a hardware device that allows the computer to connect to the internet over the existing telephone line. എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടെലിഫോൺ ലൈനിലൂടെ ഒരു കമ്പ്യൂട്ടറിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ഡിവൈസ് ആണ് മോഡം. മോഡം എല്ലാവർക്കും പരിചിതമാണ്. മോഡം യൂസ് ചെയ്യുന്നത് ഫോൺ വഴി ഇൻ്റർനെറ്റ് കണക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മോഡം ഈസ് നോട്ട് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദി മദർ ബോർഡ്. മദർ ബോർഡുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു ഡിവൈസ് അല്ല മോഡം. രാദർ ദാൻ ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ PCI സ്ലോട്ട് ഫൗണ്ട് ഓൺ ദി മദർ ബോർഡ്. മദർ ബോർഡിൽ കാണുന്ന PCI സ്ലോട്ട് വഴി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് മോഡത്തിന് ഒരു സിസ്റ്റത്തിൽ. മോഡം സ്റ്റാൻഡ്സ് ഫോർ മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. ഇറ്റ് കൺവേർട്സ് ദ ഡിജിറ്റൽ ഡാറ്റ ഇൻ ടു എൻ അനലോഗ് സിഗ്നൽ ഓവർ ദി ടെലഫോൺ ലൈൻ. നമ്മൾ പറഞ്ഞു ടെലഫോൺ ലൈൻ വഴിയാണ് മോഡം ഡാറ്റ കണക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെലഫോൺ ലൈനിലുള്ള സിഗ്നൽസ് അനലോഗ് സിഗ്നൽസ് ആയിരിക്കും. കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽസ് ആക്കി മാറ്റാനുള്ള കഴിവ് മോഡത്തിനുണ്ട്. അതുകൊണ്ട് മോഡത്തിനെ വിളിക്കാം മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽസ് ആക്കാനും അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി കമ്പ്യൂട്ടറിന് കൊടുക്കാനും മോഡത്തിന് കഴിയും. നെക്സ്റ്റ് കോമ്പോണൻറ്റ് കേബിൾസ് ആൻഡ് കണക്ടേഴ്സ്. ഇപ്പോൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കേബിൾസ് ആണ്. കേബിൾ ഈസ് വൺ വേ ട്രാൻസ്മിഷൻ ഓഫ് മീഡിയ വിച്ച് ക്യാൻ ബി ട്രാൻസ്മിറ്റ് കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ്. കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് കേബിൾസ് എന്ന് പറയുന്നത്. ദേ ആർ സോളിഡ് ട്രാൻസ്മിഷൻ മീഡിയാസ്. ഇപ്പോൾ കേബിൾ ഫിസിക്കലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ വിളിക്കാം സോളിഡ് ട്രാൻസ്മിഷൻ മീഡിയാസ് ആണ്. ആയിട്ടും 3 ടൈപ്പ് കേബിൾസ് ആണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. ട്വിസ്റ്റഡ് പെയർ വയർ, കൊയാക്സിയൽ കേബിൾസ്, അതുപോലെ ഫൈബർ ഒപ്റ്റിക് കേബിൾസ്. ഇവയാണ് മേജർ കോമ്പോണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. താങ്ക് യു.